നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് ഒരു പൊതു സ്ഥലത്ത് വെച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വേണം. ഞാനാ ഇത് ആദ്യം സെലക്ട് ചെയ്തത്. ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. മാഡം, അവിടെ സാറ് മാഡത്തിന് വേണ്ടി നല്ല അടിപൊളി സാരി നോക്കുന്നുണ്ട്. എന്ത്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്യുന്നോ? ആ, രമ്യ, നിനക്ക് ഞാൻ വേറെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാം. സത്യം? സത്യം. എന്നാവാ? നീ പോയി നോക്ക്, അപ്പോഴത്തേക്കും ഞാനെത്താം. പെട്ടെന്ന് വരുമോ? വാ. ആ മോളെ, മോളുടെ അച്ഛനാ മോൾക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്തത്. മോളെ ഇഷ്ടപ്പെട്ടു നോക്ക്. ഒരു നിമിഷം ചെയ്യില്ലേ, അത് അച്ഛൻ തന്നെ മോൾക്ക് നേരിട്ട് കൊടുക്കട്ടെ. എന്താ പുറമെ ആലോചിക്കുന്നത്? അതല്ലേ അതിന്റെ ശരി. ഷോപ്പിംഗ് മുടക്കാനായി അമ്മാവന് വീട്ടിൽ പായസമൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ? കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. അല്ല, ഇവിടെ വന്നിട്ട് വേറെന്തോ പ്ലാൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അതും ഇതുപോലെ ഒരു പ്രയോജനം ഇല്ലാത്തതാണോ? കണ്ടില്ലേ അച്ഛനും മകളും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്? പറയമ്മേ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളല്ല, നീയാ ചെയ്യാൻ പോകുന്നത്. ഞാനെന്താ ചെയ്യണം? അച്ഛൻ ആദ്യമായി സ്നേഹത്തോടെ ഈ സാരി വാങ്ങിത്തരുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടി വെറുതെ വഴക്കിടില്ലായിരുന്നു. എന്താ മേഡം ഇവിടെ തന്നെ നിന്നളഞ്ഞത്? രാജു, ഇതെനിക്ക് എന്റെ അച്ഛൻ ആദ്യമായിട്ട് സ്നേഹത്തോടെ വാങ്ങി തന്നതാ. ഇനി ഇതെന്നല്ല, എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സ് കിട്ടിയാലും എനിക്ക് ഈ സാരിയോളം ഇഷ്ടപ്പെടില്ല. എന്തൊരു ബഹളം ആ കുട്ടി കാട്ടിയത്! ഒരു കാര്യം ചെയ്, ഈ ഡ്രസ്സ് കൊണ്ടുപോയി ആ കാന്താരിക്ക് കൊടുക്ക്. ശരി മേഡം. ഇനി ആ രമ്യ എവിടെ പോയി അന്വേഷിക്കുമെന്തോ? നീ അകത്തേക്ക് വാ, നിന്നെ കാര്യായിട്ട് ഞാനൊന്ന് കെട്ടിപ്പിടിക്കും. ബാക്കി കഥയൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കിക്കോളും. അമ്മയുടെ കഥ കേട്ട് ആ തന്തയും തള്ളയും
അവര് വന്ന വഴിയെ പൊയ്ക്കോളൂ. അങ്ങനെ ഋതികയുടെ വിവാഹം ഡിം. നീ വാ വാടി. ആ രമ്യ, ദേ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്. രാജു, സത്യമായിട്ടും രാജു ഇത് എനിക്ക് വാങ്ങിയതാണോ? ആ താങ്ക് യു രാജു. എന്നാ ഒരു കാര്യം ചെയ്യാം, രാജു അല്പം വെയിറ്റ് ചെയ്യ്, ഞാനിത് ട്രയൽ റൂമിൽ പോയിട്ട് ഇട്ടോണ്ട് വരാം. എനിക്കിത് എങ്ങനെയുണ്ടെന്ന് രാജു പറയണം. അയ്യോ കുഴപ്പമായല്ലോ. ദീപക്ക് ഇനി ആള് മാറി ആ കുട്ടി എങ്ങാനും കയറി പിടിക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആ യാമിനി, ഞാൻ ദേ വരുന്നേ. ശരി ചേച്ചി. നമ്മൾ തമ്മിലൊരു ചുറ്റുകളി ഉണ്ടെന്ന് അറിഞ്ഞാലേ ഈ വിവാഹം മുടങ്ങും. കുട്ടി കുട്ടി ഒന്ന് നിന്നേ. ശ്ശേ, എല്ലാം പോയി. ബർത്ത്ഡേക്ക് ഞാൻ ഈ സാരി ഉടുത്ത് നിന്ന അച്ഛൻ എന്ത് സന്തോഷവും. അയ്യോ സോറി സോറി. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? നീ എന്താണോ വിചാരിച്ചേ? രാജു, ഞാൻ ട്രയൽ റൂമിൽ ചെന്നപ്പോഴേ ഇയാൾ അതിനകത്തുണ്ടായിരുന്നു. ഇയാളെ കയറി പിടിച്ചു. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? രാജു, പൊതു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ നിനക്ക് എത്ര ധൈര്യം വന്നാ? അയ്യോ സ്ത്രീകളുടെ ട്രയൽ റൂമിൽ നിനക്ക് എന്താ കാര്യം? ഇവനെ കൊല്ലണം, അതാ വേണ്ടത്. ഇനി ഇവൻ മേലെ ഇതുപോലൊരു തെമ്മാടത്തിനെ കാണിക്കരുത്. രാജു, രാജു നിർത്ത്. രാജു പോലീസിനെ വിളിക്ക. പ്രതാപ വേണ്ട. ചേച്ചി ഇതിൽ ഇടപെടണ്ട. രാജു വേഗം പോലീസിനെ വിളിക്ക. ആദ്യം ഇവന്റെ മുഖത്ത് തുണിയെടുത്ത് മാറ്റ്. ഈ മാന്യത ആരാണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഇയാള് മനുഷ്യനാണോ അതോ മൃഗമാണോ? കഷ്ടം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് ഒരു പൊതു സ്ഥലത്ത് വെച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.